വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിംസ്റ്റ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് മാനേജർമാരെ കുറിച്ചാണ്. അപ്പം ഈ ഒരു സീസണിൽ ഈ രണ്ടാക്കും ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മൾ പറയുന്നത് ഒന്ന് സിമിയോണിനെ കുറിച്ചും മറ്റൊന്ന് മൈക്കിൾ ആർട്ടറ്റിനെ കുറിച്ചുമാണ്. അർജന്റീനക്കാരനായിട്ടുള്ള സിമിയോണിനെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ, സിമിയോണി എനിക്ക് തോന്നുന്നു 14 വർഷങ്ങാനുമായി അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ചുമതല ഏറ്റെടുത്തിട്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന് യൂറോപ്പിൽ ഒരു അഡ്രസ്സ് കിട്ടുന്നത് ശരിക്കും സിമിയോണി മാനേജറായി വന്നതിന് ശേഷമാണ്. അവർ 2 തവണ എങ്ങാനും യുസിഎൽ ഫൈനൽ കളിച്ചിട്ടുണ്ട്, അവർ യൂറോപ്യൻ ട്രോഫി അടിച്ചിട്ടുണ്ട്, അവർ ഇതിൻ്റെ ഇടയിൽ 2 തവണ ലീഗ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ ഒരു അപ്കമിങ് സീസൺ സിമിയോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്. ചിലപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഫാൻസിന് എന്താ അഭിപ്രായം എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊരു ട്രബിളിന് കോമ്പീറ്റ് ചെയ്യും എന്നുള്ള ഒരു ലെവലിൽ നിന്നും നേരെ ഒരു ട്രോഫിയും അടിക്കാതെ സീസൺ അവസാനിപ്പിക്കുന്ന ലെവലിലേക്ക് എത്തി. അത് സിമിയോണിനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെൻ്റൽ ബ്ലോ ആണ്. അത് തന്നെ അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് മാറിയത് റയലിനെതിരെയുള്ള പരാജയമാണ്. അത് സ്വാഭാവികമായിട്ടും റൈവൽസിനെതിരെ അത്തരത്തിലുള്ള തോൽവി, അതും അറിയാലോ, ആൽവാരസിൻ്റെ ബൂട്ട് തട്ടി അങ്ങനെ ആ പെനാൽറ്റി നിഷേധിക്കപ്പെടുന്നു, അങ്ങനെയാണ് ആ ഒരു തോൽവി അവിടെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു തോൽവി സ്വാഭാവികമായിട്ടും വലിയ മെൻ്റൽ ബ്ലോ ആവും. ആ മെൻ്റൽ ബ്ലോന്ന് കരകയറ്റാൻ, തൻ്റെ ടീമിനെ കരകയറ്റാൻ സിമിയോണിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ സീസൺ ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറി. ആ റയലിനെതിരെയുള്ള മാച്ച് മുന്നേ വരെ നമ്മൾ കണ്ട അത്ലറ്റിക്കോ വേറൊരു അത്ലറ്റിക്കോ ആണ്, അതിനുശേഷം കണ്ടത് വേറൊരു അത്ലറ്റിക്കോ ആണ്. അപ്പം ആ മാച്ചിന് മുന്നേ വരെ നോക്കുകയാണെങ്കിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡിനെ പ്രോപ്പറായിട്ട് ചാലഞ്ച് ചെയ്തിരുന്ന ഒരു സൈഡാണ് സിമിയോണിൻ്റെ അത്ലറ്റിക്കോ മാഡ്രിഡ്. പക്ഷെ അതിനുശേഷം നമ്മൾ പുഷ്പം പോലെ അവന്മാരെ അടിച്ചിടുന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അപ്കമിങ് സീസൺ ആൾക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ ട്രോഫി അടിച്ചില്ല എന്ന് പറയുമ്പം എന്താ പറയുക, ആ ഒരു പ്ലേയേഴ്സിനെ വെച്ചിട്ട് ആൾക്ക് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരു ലാലിക അടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ, അല്ലെങ്കിൽ ലാലിക അടിക്കേണ്ട ഒരു ഡൊമസ്റ്റിക് ട്രോഫി അവിടെ പോയിട്ട് അടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുന്ന, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലൊക്കെ എത്താൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്വാഡ് അവിടെ ഉണ്ട്. പക്ഷെ ആ സ്ക്വാഡ് വെച്ചിട്ട് സിമിയോണിക്ക് പലപ്പോഴും പ്രോപ്പർ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടീമിലുള്ള പല കീ പ്ലെയേഴ്സും ഇനിയിപ്പോൾ ട്രോഫി അടിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടീം വിട്ടു പോകുന്ന ഒരവസ്ഥ വരും. അതാണ്. അപ്പോൾ ഈ ഒരു അപ്കമിങ് സീസൺ എന്ന് പറയുന്നത് 25-26 സീസൺ സിമിയോണിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് റിയലി ക്രൂഷ്യൽ. ആള് കുറച്ച് കിടിലൻ സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. കാർദോസോനെ കൊടുന്നു, ബയേനെ കൊടുന്നു, അതുപോലെ തന്നെ പൂബിലിനെ കൊടുന്നു. ഇനിയിപ്പോൾ അവരധികം വൈകാതെ റെനാട്ടോ വിയേഗനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ കുറേ സൈനിങ് കാര്യങ്ങളൊക്കെ അവരവിടെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അൽമേഡനെ കൊടുന്നു. അപ്പം ഇങ്ങനത്തെ സൈനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. നെക്സ്റ്റ് സീസണ് ലാലിക അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്ക് അത്ലറ്റിക്കോയിൽ ഒരു ഭാവി വേണമെന്നുള്ള കാര്യം ബോർഡൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ ഒരു അത്ലറ്റിക്കോ ടീമിന് ട്രോഫി അടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഒരു മാനേജറിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ ട്രോഫി അടിക്കാൻ വേണ്ടി കഴിഞ്ഞേക്കാം. സിമിയോണി ഒരു മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഹി നീഡ് ടു ഡു ബെറ്റർ. ഇപ്പോൾ ഈ അത്ലറ്റിക്കോനെ ഈ ഒരു കാണുന്ന പൊസിഷനിൽ ഒരു ട്രോഫിക്കൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള പൊസിഷനിൽ കൊണ്ടേ ഇരുത്തിയ മനുഷ്യൻ, അവർ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത മനുഷ്യൻ സിമിയോണി തന്നെയാണ്. പക്ഷെ അവർക്ക് ട്രോഫി അടിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു സീസണും കൂടെ ട്രോഫി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാനേജറിൽ ചേഞ്ച് ആവശ്യമായിട്ട് വരും. അതാണ് സിമിയോണിനെ കുറിച്ച് പറയാനുള്ളത്. എനിവേ, ഓൾ ദി ബെസ്റ്റ് ടു അത്ലറ്റിക്കോ ആൻഡ് സിമിയോണി. ഒരു ട്രോഫി അവർക്ക് അടിക്കാൻ കഴിയട്ടെ. അവരെപ്പോഴും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ്. പിന്നെ മറ്റൊരു മാനേജറെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആർട്ടറ്റയാണ്. ആർട്ടറ്റ ആഴ്സണലിൻ്റെ മാനേജറാണ്. ആർട്ടറ്റയും ഇപ്രാവശ്യം നല്ല സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അതായത് അവരിപ്പോൾ മൊസ്കേറിൻ്റെ ഡീല് കംപ്ലീറ്റ് ചെയ്യുന്നു, അവർ ഗ്യോക്കറസിനെ സൈൻ ചെയ്തു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സുബിമെൻറ്റിൻ്റെ സൈനിങ്. പിന്നെ കുറച്ച് ബാക്കപ്പ് സൈനിങ്ങുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഫോഴ്സ് അവിടെ സെറ്റാണ്. ഇപ്പോൾ ആ ഒരു ടീമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് പ്രീമിയർ ലീഗ് അടിക്കാനും ചാമ്പ്യൻസ് ലീഗ് അടിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്വാഡുണ്ട്. പക്ഷെ അവർ ട്രോഫിലെസ് ആയിട്ട് സീസൺ അവസാനിപ്പിക്കേണ്ടി വരുന്നു. കഴിഞ്ഞൊരു സീസൺ നോക്കുകയാണെങ്കിൽ ലണ്ടനിൽ നിന്നുള്ള ചെൽസി ആണെങ്കിലും അവർ കോൺഫറൻസ് ലീഗ് അടിച്ചു, ക്ലബ് വേൾഡ് കപ്പ് അടിച്ചു. അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസ് ട്രോഫി അടിച്ചു, ക്രിസ്റ്റൽ പാലസ് FA കപ്പ് അടിച്ചു. അതുപോലെ സ്പേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പേഴ്സ് യൂറോപ്പ ലീഗ് അടിച്ചു. അപ്പോൾ ഇവരൊക്കെ ട്രോഫി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇനിയും അടുത്തൊരു സീസണും കൂടെ ആഴ്സണലിന് ട്രോഫിലെസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നു.
5-6 വർഷമായി മനുഷ്യൻ അവിടെ വന്നിട്ട്, 6 വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ആൾക്ക് ആഴ്സണലിനെ പോലത്തെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രീമിയർ ലീഗ് അടിക്കണം. ഒരു FA കപ്പ് കാര്യങ്ങളൊന്നും പോരാ, അവിടെ പ്രീമിയർ ലീഗ് അടിക്കണം. അതും ഇമാതിരി സ്കോഡ് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് സ്പെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവർക്ക് പ്രീമിയർ ലീഗ് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. പ്രീമിയർ ലീഗ് അടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് ഇതുവരെ അച്ചീവ് ചെയ്യാൻ ആർട്ടറ്റയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ബോർഡ് ആൾ അത്യാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്കർ കാര്യത്തിലാണ് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. സ്ട്രൈക്കർ കാര്യം നിലവിൽ ബോർഡ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ട്രോഫി അടുപ്പിക്കുക എന്നുള്ള കാര്യം ആർട്ടറ്റിൻ്റെ കയ്യിലായിരിക്കുന്നത്. കഴിഞ്ഞൊരു സീസണിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ സിറ്റി ഒന്ന് പിന്നോട്ട് പോയ സമയമായിരുന്നു അത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ലിവർപൂളിനൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്നതിന് പകരം ഇവർ 2ാം സ്ഥാനത്തിന് പോലും സഫർ ചെയ്ത് അവസാനം എങ്ങനെ 2ാം സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നേരെ UCL ക്വാളിഫിക്കേഷൻ കിട്ടുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇത് ഫാൻസിന്റെ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തിരി ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. റൈവൽസിനാണെങ്കിൽ ആർട്ടറ്റ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പം പലരും പല രീതിക്കാണ് ആർട്ടറ്റിനെ വിലയിരുത്തുന്നത്. എൻ്റെ ഒരു വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ ആളവിടെ ചെയ്തിട്ടുള്ള പണി നല്ല പണിയാണ്, ഇല്ലാതൊന്നും ഒരിക്കലും പറയില്ല. കാരണം ടോട്ടലി ഒരു മെസ്സായിട്ട് കിടന്ന ആഴ്സണലിനെ പ്രോപ്പർ ഒരു സ്ക്വാഡാക്കി മാറ്റിയതും ടീമിലെ ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നമൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ഫൈറ്റേഴ്സിനെ അവിടെ ഉണ്ടാക്കിയെടുത്തതും കുറച്ച് ക്വാളിറ്റി പ്ലേയേഴ്സിനെ അവിടെ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ സാലിബനെ പോലത്തെ, ഡെക്ലാൻ റൈസിനെ പോലത്തെ, അതുപോലെ തന്നെ സാക്കനെ പോലത്തെ ഇങ്ങനത്തെ പ്ലേയേഴ്സിൻ്റെ ഒരു ഫോഴ്സാക്കി അവിടെ മാറ്റിയെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറ്റയാണ്. ഈ ഒരു റീസെൻറ്റ് ഇയേഴ്സിൽ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആഴ്സൺ വെങ്ങർക്ക് ശേഷം ആളവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്ലീനിങ് ജോബ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. പക്ഷേ ടീം നല്ല ട്രോഫി അടിക്കണം. ഈ ഒരു സീസണും കൂടി ട്രോഫി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഹിസ് സ്റ്റോറി ഈസ് ഓവർ അറ്റ് ആഴ്സണൽ വേറൊരു മാനേജർ നോക്കുന്നതായിരിക്കും മേ ബി ബെറ്റർ. ഈ ഒരു സീസൺ ഒരു ട്രോഫി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മാറും. ആർട്ടറ്റിനെ കുറിച്ചുള്ള ആ ഒരു വ്യൂവേ മാറും. ആർട്ടറ്റയ്ക്ക് വലിയൊരു ഹൈപ്പ് കിട്ടും. അതൊക്കെ ഫാക്റ്റ് തന്നെയാണ്. പക്ഷെ ആൾ അടിക്കണം. അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾ വഴിമാറി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എനിവേ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. അപ്പോൾ നമ്മൾ ടോപ്പ് ടീംസിന് എടുക്കുന്ന സമയത്ത് ഈ 2 മാനേജർമാർക്കും ഈ ഒരു സീസൺ ഭയങ്കര ക്രൂഷ്യലാണ്. ഇവർ 2 കൂട്ടരും അഡീഷൻസ് നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്ന സൈഡാണ്. ഡിഫൻസിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സൈഡാണ്. ഇപ്പം അറ്റാക്കിലും ആഴ്സണൽ അത്യാവശ്യം റീഇൻഫോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം അറ്റാക്കിൽ മെറ്റീരിയൽസ് ഒക്കെ അത്ലറ്റിക്കോന്റെ കയ്യിലുണ്ട്. ഇനി അവരെന്താവും നോക്കാം. ഈ ടീമിന് ട്രോഫി അടിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.